പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല പ്രഭാതവും ഒരു നല്ല ദിവസവും നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറയാം. സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പഴുത്തത് വ്രണമായി കുളമായി മൂടിക്കുത്തി തന്നെ നിൽക്കുക, പൊട്ടിയിട്ടില്ല. പൊട്ടും, ഇത്തിരി സമയമില്ല, അത് പൊട്ടും. പൊട്ടിയാൽ നമുക്കറിയാമല്ലോ, മനുഷ്യ ശരീരത്തിൽ ഒരു വ്രണമുണ്ടായാൽ, ഒരു കുരു ഉണ്ടായാൽ അത് സാവകാശം പഴുത്ത് അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും അറിവുള്ള ഒരാൾ അത് പൊട്ടിച്ച് അതെല്ലാം വൃത്തിയാക്കി പുറത്ത് കളഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ സുഖപ്പെടും. ഇതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും, ഒരു സംശയവും വേണ്ട. ഇനി ഒത്തിരി സമയമില്ല. നല്ല പരുവത്തിൽ അതങ്ങനെ പഴുത്ത് വ്രണമായിട്ട് അങ്ങനെ നിൽക്കുക, കൊമ്പും കുരുവായിട്ട് നിൽക്കുക. അതിന് താമസിക്കാതെ അങ്ങ് പൊട്ടും. അതിന് വിദഗ്ധനായ ഒരു ആളത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള സാധ്യതകളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനാണ്, നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല, പ്രകാശം തെളിയിക്കണം. അപ്പോൾ അതന്നെ സത്യം. നമ്മുടെ ഈ അതിരൂപതയിൽ കയറിയിരിക്കുന്ന ഈ അന്ധകാരം മാറണമെങ്കിൽ എന്തു ചെയ്യണം? പ്രകാശം കത്തണം. സത്യത്തിൽ നിങ്ങൾ ഞാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അനുഭവിക്കുന്ന കഷ്ടതയൊന്നുമല്ല, അതിലേറെ ബുദ്ധിമുട്ടില്ല എന്നൊരു കുർബാന ബലി അർപ്പിക്കുന്നു. കാരണം നമ്മുടെ ദേവാലയങ്ങളിലില്ല. മദ്യപാനിയായ അപ്പൻ മദ്യപിച്ച് വന്ന് വീടെല്ലാം തല്ലി തകർത്ത് വച്ചിരുന്ന കഞ്ഞിക്കലവും എല്ലാം തല്ലി പൊട്ടിച്ച് രാജാവായിട്ട് അങ്ങനെ വാഴുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും, എന്തിനാ അയൽക്കാർക്ക് പോലും ഉണ്ടാകുന്ന ഭീകരമായ അസ്വസ്ഥത പോലെയല്ലേ ഇത്? പുരോഹിതരുടെ വെളിവ് കിട്ടു, അവരവരുടേതായ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇരിക്കുന്ന കസേര വലുതായതുകൊണ്ട് അവരുടെ കീഴിലുള്ള മുഴുവൻ ദൈവജനത്തെയും തകർത്തുകൊണ്ടിരിക്കുക. നമ്മൾ 10,000 പേരെ പിടിക്കാനായിട്ട് സാധാരണ ഇറങ്ങി പുറപ്പെട്ടിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഒറ്റ പുരോഹിതനെ പിടിച്ചാൽ മതി, ഒറ്റ പുരോഹിതനെ പിടിച്ചാൽ മതി. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. ഇന്നിപ്പോൾ പള്ളിയിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, അവിടെ ആരാധനയുണ്ട്, കുരിശിൻ്റെ വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞു. പരിശുദ്ധ കുർബാനയില്ലാത്ത ദേവാലയത്തിലെ ആരാധനയും കുരിശിൻ്റെ വഴിക്കും എന്താ വില? അപ്പനെ ബഹുമാനിക്കാത്ത, സഹോദരങ്ങളെ ബഹുമാനിക്കാത്ത ഈ പൗരോഹിത്യവും കൊണ്ട് അവർ നിത്യനാശത്തിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന കുറേ പേരെ അവർ കൂടെ കൊണ്ടുപോകാനാണ്. അതിന് കുറേ പൊട്ടന്മാരായ മനുഷ്യർ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ കിട്ടേണ്ട കഞ്ഞി നമുക്ക് കിട്ടാതെ വരുമ്പോൾ അയൽപക്കത്തെ വീടുകളിൽ പോയി ആഹാരം കഴിക്കേണ്ട ഗതികേട് വരുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന വേദന പോലെയാണ് മറ്റുള്ള പള്ളികളിൽ പോയി ഇന്ന് അവർ നല്ല മനുഷ്യരായതുകൊണ്ട് നമുക്കവിടെ പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നത്. എന്താ നമ്മുടെ വീട്ടിൽ ഇല്ലാഞ്ഞിട്ടാണോ? എന്തിനാ ഈ അപ്പൻ, ഈ മനുഷ്യനൊന്ന് മാനസാന്തരപ്പെട്ടാൽ പോരെ? ഒറ്റ പുരോഹിതൻ തിരിഞ്ഞൊന്ന് നിന്നാൽ തീരുന്ന മുഴുവൻ പ്രശ്നങ്ങളുമുള്ള ഓരോ ഇടവകയിലും. ഇപ്പം വേറൊരു നന്മ ചെയ്യാൻ ദൈവം അവസരം തന്നു. ഞങ്ങളുടെ ഇടവകയ്ക്ക് ഉള്ളിൽ സിനഡ് പറഞ്ഞ കുർബാന ഞങ്ങൾ ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ആദ്യത്തെ ബലി അർപ്പിക്കപ്പെട്ടു. ഇനിയുമുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ ഇടവകയുടെ പരിധിക്കുള്ളിൽ സിനഡ് കുർബാന ചെല്ലുന്ന വൈദികരുണ്ട്. വൈദികർ വന്ന് ബലി അർപ്പിക്കും. ഞങ്ങൾക്കിപ്പോൾ ദേവാലയമില്ല, ദേവാലയത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കാരണം ഇതേ ബലി തന്നെ കുടുംബങ്ങളുടെ കൂട്ടായ്മ വാർഷികത്തിന് ഓരോ വീടുകളിലും അർപ്പിച്ച ബലിയും ബലിപീഠങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതേ സ്ഥലത്ത് അതേ ബലി അർപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഓരോ ഇടവകയിലെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ബഹളവും കോലാഹലവും ഒന്നും വേണ്ട. നിങ്ങൾ കൃത്യമായിട്ടും നമുക്ക് വേണ്ടി ബലി അർപ്പിക്കാൻ ഒരുപാട് പുരോഹിതരെ, ഏലിയ പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കർത്താവേ. കർത്താവ് പറഞ്ഞു മിണ്ടാതിരിയടാ, കുറേ എണ്ണത്തിനെ ഞാൻ പാത്തു വെച്ചിട്ടുണ്ട്, അതെ, ചങ്കിലെ വേദനയുമായിട്ട് നിവൃത്തിയില്ലാതെ പേടിച്ചിരിക്കുന്ന പുരോഹിതർക്ക് ഇതൊരവസരമാണ്. നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ ഇടവകകളിലെ ഓരോ വീടുകൾ എത്ര ഭംഗിയായിട്ട് നമുക്ക് അലങ്കരിക്കാൻ പറ്റും, ദേവാലയത്തെക്കാൾ ഭംഗിയായിട്ട് അലങ്കരിക്കാൻ നമുക്ക് പറ്റും.
ഈ അനുസരണയില്ലാത്തവൻ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അനുസരണയും സ്നേഹവും ഉള്ളൊരു കുടുംബത്തിൽ ബലി അർപ്പിക്കപ്പെട്ട. ഏതായാലും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആദ്യത്തെ ബലി ഈ വിമതരെ ഒഴിവാക്കി തമ്പുരാനെ അനുസരിക്കുന്ന പുരോഹിതൻ ബലി അർപ്പിച്ചു ഇന്നലെ. സ്ഥലവും സാഹചര്യവും ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഓരോ ഇടവകയിലും ഇങ്ങനെ തന്നെ തുടങ്ങട്ടെ. അപ്പോൾ പ്രകാശം പരക്കും, അന്ധകാരം ഓടിയകലും. അങ്ങനെ ഒരു നല്ല ദിവസം തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അതനുഭവിക്കാനുള്ള ഭാഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന എന്ന് പഠിപ്പിച്ച ഇതേ പുരോഹിതർ. കാരണം 13 കൊല്ലം പഠിച്ചാലേ ഒരു ബലി അർപ്പിക്കാനുള്ള യോഗ്യതയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ലോകത്ത് വേറെ ഒരു ജോലിക്കും ഒരു ശുശ്രൂഷയ്ക്കും ഇത്ര ആഴമായ പഠനം വേണ്ട. അത്ര വലിയ കാര്യമായ ഈ പരിശുദ്ധ കുർബാന വേണ്ടതുപോലെ അർപ്പിക്കാതെ, വിശ്വസ്തതയില്ലാതെ, പാപത്തിൻ്റെ വഴിയിൽ സാത്താൻ്റെ കെണികളിൽപ്പെട്ട് അന്ധകാരത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകകളിൽ പ്രകാശം തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഷെയർ ചെയ്യണേ. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഇന്ന് തന്നെ എത്തണം. അതിനുവേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.